നമസ്കാരം. നമ്മൾ ഇന്നലെ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ട കഥ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അക്കരെ കൊട്ടിയൂരിലുള്ള ക്ഷേത്ര സമുച്ചയം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ദക്ഷയാഗത്തിന് ശേഷം പിൽക്കാലത്ത് അക്കരെ കൊട്ടിയൂർ വീണ്ടും വനഭൂമിയായിട്ട് മാറുകയായിരുന്നു. ഒറ്റപ്പിലാവ് മല എന്ന് പറയുന്നൊരു മലയാണ് നമുക്ക് അക്കരെ കൊട്ടിയൂർ, ബാവലിപ്പുഴയ്ക്ക് അക്കരെ കാണാനായിട്ട് സാധിക്കുക. അവിടെ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ജീവിച്ചു പോന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഈ പറയുന്ന കുറിച്യ സമുദായത്തിൽപ്പെട്ടൊരു യുവാവ് നായാട്ടിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അമ്പിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ശിലയിൽ ഉരയ്ക്കുകയുണ്ടായി. അപ്പോൾ അത്ഭുതകരമായിട്ട് ആ ശിലയിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടാവുകയും ആ രക്തപ്രവാഹം കണ്ട് അമ്പരന്ന യുവാവ് എങ്ങനെയൊക്കെയോ ബാവലിപ്പുഴ കടന്ന് അക്കരെ എത്തി അവിടെ ഉണ്ടായിരുന്ന ദേശപ്രമാണിയായിട്ടുള്ള പടിഞ്ഞേറ്റ നമ്പൂതിരിനെ കാര്യം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പടിഞ്ഞേറ്റ നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദേശപ്രമാണികളെയൊക്കെ കൂട്ടിയിട്ട് ഈ പറയുന്ന കുറിച്ച് യുവാവ് പറഞ്ഞ വഴിയിലൂടെ അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുകയാണ്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തി ഈ ശിലയും രക്തപ്രവാഹവും ഒക്കെ കണ്ട് അമ്പരന്ന് നിന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, ബാവലിപ്പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളം ആ ഒരു ശിലയിൽ അഭിഷേകം ചെയ്യാണ് രക്തപ്രവാഹം നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ രക്തപ്രവാഹത്തിന് മാറ്റമൊന്നുമില്ല, അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ പറയുന്ന പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം നെയ്യ് കൊണ്ടുവന്നിട്ട് അഭിഷേകം ചെയ്ത് നോക്കി. അപ്പോഴും രക്തപ്രവാഹത്തിന് മാറ്റമില്ല. അപ്പോൾ ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ട് അവിടെ കൂടിയവരിൽ തീയ സമുദായത്തിൽപ്പെട്ട, മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട തെങ്ങ് കയറ്റമൊക്കെ ഉപജീവന മാർഗമായിട്ട് ചെയ്തു വരുന്ന തീയ സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇളനീര് പറിച്ചു കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ശിലയിൽ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ഇളനീര് അഭിഷേകം ചെയ്തപ്പോഴത്തേക്ക് ഈ ശിലയിലെ രക്തപ്രവാഹം നിന്നു എന്നാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് എന്താണ് ഈ ശില, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം എന്താണ് ഈ ശില, അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല ചർച്ചകളും അഭിപ്രായങ്ങളും വരികയും അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ദക്ഷയാഗം നടന്ന ഭൂമിയാണ് അക്കരെ കൊട്ടിയൂർ. ബാവലിപ്പുഴയ്ക്ക് അക്കരെയുള്ള അക്കരെ കൊട്ടിയൂർ ദക്ഷയാഗം നടന്നിട്ടുള്ള ഭൂമിയാണെന്നും സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലമാണെന്നും മഹാദേവൻ സ്വയംഭുവായിട്ട് സാന്നിധ്യമരുളുന്ന, ധ്യാനാവസ്ഥയിൽ സ്വയംഭുവായിട്ട് സാന്നിധ്യമരുളുന്ന സ്ഥലമാണ് അക്കരെ കൊട്ടിയൂർ എന്ന് തിരിച്ചറിയുകയും പിൽക്കാലത്ത് നമ്മൾ കാണുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സംവിധാനം അത് പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങുന്ന രീതിയിലുള്ള ക്ഷേത്ര സംവിധാനം രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയും ക്ഷേത്ര സംവിധാനവും രൂപപ്പെട്ടത്. അടുത്തൊരു കഥയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.